ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പച്ചപ്പ് നിറഞ്ഞതും ജലസമൃദ്ധവുമായിരുന്ന ഒരു പ്രദേശം പിന്നീട് വറ്റിവരണ്ട ചുവന്ന മരുഭൂമിയായി മാറി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതാണ്ട് 1/3 ഈ പ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. ഭൂമിയിലെ ഏറ്റവും കഠിനമായ ചുറ്റുപാടുകളിലൊന്നാണ് ഈ പ്രദേശമെങ്കിലും വ്യത്യസ്തമാർന്ന ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണിവിടം. മൺകൂനകൾ, പാറക്കെട്ടുകൾ, പർവ്വതങ്ങൾ, വരണ്ട താഴ്വരകൾ എന്നിവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഈ പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ മരുഭൂമി എന്നറിയപ്പെടുന്ന സഹാറ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏകദേശം 92 ലക്ഷം ചതുരശ്ര കിലോമീറ്റേഴ്സ് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ് സഹാറ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറയല്ല. അന്റാർട്ടിക്കയ്ക്കും ആർട്ടിക്കിനും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മരുഭൂമിയാണ് സഹാറ. ഭൂമിയുടെ ധ്രുവങ്ങളിലുള്ള അന്റാർട്ടിക്കയും ആർട്ടിക്കും തണുത്തു മരവിച്ച മരുഭൂമികളാണ്. സഹാറ ചൂടുള്ള മരുഭൂമിയാണ്. സഹാറ ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ ഏകദേശം 8% ഉൾക്കൊള്ളുന്നു. സഹാറയുടെ മൊത്തത്തിലുള്ള വലിപ്പം ഏതാണ്ട് 1 നൂറ്റാണ്ട് മുൻപുള്ളതിനേക്കാൾ 10% കൂടി എന്ന് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതാണ്ട് 1/3 വ്യാപിച്ചു കിടക്കുന്ന സഹാറ മൊത്തം 11 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഈജിപ്ത്, അൾജീരിയ, ചാഡ്, ലിബിയ, മാലി, മൊററ്റേനിയ, മൊറോക്കോ, നൈജർ, സുഡാൻ, വെസ്റ്റേൺ സഹാറ ആൻഡ് ട്യൂണീഷ്യ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മരുഭൂമി എന്നർത്ഥം വരുന്ന സഹ്ര എന്ന അറബി പദത്തിൽ നിന്നാണ് സഹാറയ്ക്ക് ഈ പേര് ലഭിച്ചത്. സഹാറ എന്ന് കേൾക്കുമ്പോൾ വറ്റിവരണ്ട മണൽ നിറഞ്ഞ പ്രദേശങ്ങളാണ് ആദ്യം ഓർമ്മ വരിക. എന്നാൽ സഹാറയുടെ ഏകദേശം 25% മാത്രമാണ് മണൽ നിറഞ്ഞത്. ബാക്കി മുഴുവൻ മലനിരകളും താഴ്വരകളും പീഠഭൂമികളുമൊക്കെയാണ്. ശരാശരി 150 മീറ്റേഴ്സോളം ഉയരമുണ്ട് ഇവിടുത്തെ മണൽ കൂനകൾക്ക്. സഹാറയിൽ ധാരാളം അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിലേറ്റവും വലുതാണ് ഹെമിക്കോസി. ഏകദേശം 3400 മീറ്ററോളം ഉയരമുണ്ട് ഇതിന്. ഇത് മധ്യ സഹാറയിലെ ടിബസ്റ്റി പർവ്വതനിരകളുടെ തെക്ക് കിഴക്കേ അറ്റത്ത് നോർത്തേൺ ചാഡിൽ സ്ഥിതി ചെയ്യുന്നു. 60 മുതൽ 70 കിലോമീറ്റേഴ്സ് വരെ വീതിയുണ്ട് ഇതിന്. നിലവിൽ ഇതൊരു സജീവമായ അഗ്നിപർവ്വതമല്ല. എയർ മൗണ്ടൻസ്, സഹേറൻ അറ്റ്ലസ്, ഹോഗർ മൗണ്ടൻസ്, റെഡ് സീ ഹിൽസ് എന്നിവയൊക്കെയാണ് മറ്റ് പർവ്വതനിരകൾ. സഹാറയിൽ 20-ലധികം തടാകങ്ങളുണ്ട്. അവയിൽ ഭൂരിഭാഗവും ഉപ്പുവെള്ള തടാകമാണ്. സഹാറയിലെ ഏക ശുദ്ധജല തടാകമാണ് ലേക്ക് ചാഡ്. ചാഡ് തടാകം ഒരു കാലത്ത് ലോകത്തിലെ 6ാമത്തെ വലിയ തടാകമായിരുന്നു. എന്നാൽ നീണ്ട വരൾച്ചയും ജല ഉപയോഗവും തടാകത്തിൻ്റെ വലിപ്പം കുറച്ചു. 1960കളിൽ ഇതിന് 7 മീറ്ററിലധികം ആഴമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ശരാശരി 1.5 മീറ്റർ മാത്രമാണ് ആഴമുള്ളത്. ഈ തടാകങ്ങൾ കൂടാതെ 2 നദികളാണ് സഹാറയ്ക്കുള്ളത്, നൈലും നൈജറും. നൈൽ സുഡാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ വടക്കോട്ടൊഴുകുകയും മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുകയും ചെയ്യുന്നു. നൈജർ വടക്ക് കിഴക്കൊഴുകി മാലിയിലേക്കും തെക്ക് കിഴക്കോട്ട് നൈജീരിയയിലൂടെ തിരിഞ്ഞ് ഗിനി ഉൾക്കടലിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. സഹാറയിൽ പ്രതിവർഷം 0 മുതൽ 1 ഇഞ്ച് വരെ മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ. മരുഭൂമിയിലെ ചില പ്രദേശങ്ങളിൽ തുടർച്ചയായി വർഷങ്ങളോളം മഴ ലഭിക്കാറില്ല. സഹാറ ഏറ്റവും വലിയ ചൂടേറിയ മരുഭൂമിയാണ്. ഇവിടുത്തെ പ്രതിവർഷ ശരാശരി താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ചൂട് കൂടുതലുള്ള മാസങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. സഹാറയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടിയ താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലിബിയയിലെ അസീസിയയിലാണ്. സഹാറയിൽ പകൽ സമയങ്ങളിൽ ചൂട് കൂടുതലാണെങ്കിലും ഈർപ്പത്തിൻ്റെ അഭാവം മൂലം രാത്രിയിൽ താപനില ഗണ്യമായി കുറയുന്നു. രാത്രിയിൽ ഇവിടുത്തെ താപനില -4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയും കഠിനമായ കാലാവസ്ഥയാണെങ്കിലും സഹാറയിൽ 25 ലക്ഷത്തിലധികം ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവർ പ്രധാനമായും നാടോടികളാണ്. നദിയുടെയും ചെറിയ കായലുകളുടെയും സമീപം സ്ഥിരതാമസമാക്കിയവരും ഇവിടെയുണ്ട്. തീവ്രമായ മരുഭൂമിയിലെ കാലാവസ്ഥയിൽ അതിജീവിക്കാൻ കഴിയുന്ന നിരവധി ജീവജാലങ്ങളെ ഇവിടെ കാണാം. 70ഓളം സസ്തനികൾ, 90 ഇനത്തിലധികം പക്ഷിവർഗങ്ങൾ, 100 ഇനം ഉരഗങ്ങൾ,
മറ്റ് ചെറിയ ജീവജാലങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. സഹാറയിൽ കാണപ്പെടുന്ന അത്യുഗ്രൻ വിഷമുള്ള ഒരു തേൾ വർഗ്ഗമാണ് ഡെത്ത് സ്റ്റോക്കർ സ്കോർപിയൻ. ഒരു പല്ലി ഇനമാണ് മോണിറ്റർ ലിസർഡ്. വരണ്ട ഭൂപ്രകൃതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരിനം പക്ഷിയാണ് ആഫ്രിക്കൻ സിൽവർ ബിൽ. ലോകത്തിലെ ഏറ്റവും ചെറിയ കുറുക്കന്മാരായ ഫെനക് ഫോക്സസ്, ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ്, ഹോൺഡ് വൈപ്പേഴ്സ്, സാൻഡ് ക്യാറ്റ്സ്, മൗസ് ടെയിൽഡ് ബാറ്റ്സ് എന്നിങ്ങനെ നിരവധി ജീവികളുടെ ആവാസ കേന്ദ്രമാണിവിടെ. ജീവിവർഗങ്ങൾ മാത്രമല്ല, ഡൗൺ പാം ട്രീസ്, സഹാറ ലവ് ഗ്രാസ്, വൈൽഡ് ഡെസേർട്ട് ഗോഡ്, ടമറിസ്ക് ഷബ്സ് തുടങ്ങി നിരവധി സസ്യജാലങ്ങളും ഇവിടെ വളരുന്നു. ഇന്ന് വറ്റി വരണ്ട മരുഭൂമിയായി മാറിയ സഹാറ ഒരു കാലത്ത് പച്ചപ്പ് നിറഞ്ഞതും ജലസമൃദ്ധവുമായിരുന്ന പ്രദേശമായിരുന്നു. സഹാറ ഒരു മരുഭൂമിയാകാനുള്ള കാരണം ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റാണ്. ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റും മാറിക്കൊണ്ടിരിക്കുന്നു. ആക്സിയൽ ടിൽറ്റ് 24.5 ഡിഗ്രിയിൽ നിന്നും 23.5 ഡിഗ്രിയിലേക്ക് മാറുകയും സഹാറയിൽ കൂടുതൽ സൂര്യതാപം ഏൽക്കുകയും ചെയ്തു. കാലക്രമേണ സഹാറ ഒരു മരുഭൂമിയായി മാറി. ഇനിയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് മാറുകയും സഹാറ വീണ്ടും പച്ചപ്പ് നിറഞ്ഞതാകുകയും ചെയ്യും. പിന്നീട് വീണ്ടും മരുഭൂമിയായി മാറും. ഈ ഒരു ചക്രം തുടർന്നുകൊണ്ടിരിക്കും. സഹാറ ഒരു വറ്റിവരണ്ട തരിശു ഭൂമിയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടായ ആമസോണിലെ സസ്യങ്ങൾ തഴച്ചു വളരാൻ സഹാറ സഹായിക്കുന്നു. സഹാറ മരുഭൂമിയിൽ നിന്നും ഓരോ വർഷവും 500 ലക്ഷം ടൺ പൊടി അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ പറന്ന് ആമസോണിലെത്തുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ആമസോണിലെ സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നു. ആമസോൺ മഴക്കാടുകളെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. സഹാറ മരുഭൂമി ശരിക്കും കൗതുകകരവും മനോഹരവുമായൊരു പ്രദേശമാണ്. സഹാറയിൽ നിന്നും ധാരാളം ജീവികളുടെ ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സഹാറയിൽ നിരവധി പര്യവേഷണങ്ങൾ നടക്കുന്നു.